നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെറും കഥയല്ല, ഒരു യഥാർത്ഥ ആത്മീയ അനുഭവമാണ്. ജാതകം, വശീകരണം, കർമ്മശക്തികൾ ഇതെല്ലാം ചേർന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തന്നെ മാറ്റിയ കഥ. നിതിൻ ഒരു ജോലി ചെയ്തിരുന്നു. പക്ഷെ മനസ്സിന് സമാധാനമില്ല. ഏതൊക്കെ ശ്രമിച്ചാലും ഏതോ ഒരു അദൃശ്യ ശക്തി അവനെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു. അമ്മ ഒരു ദിവസം അവൻ്റെ ജാതകം എടുത്ത് ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ ഗുരുജിയെ സമീപിച്ചു. ഗുരുജി ജാതകം കണ്ട ഉടനെ മുഖത്ത് ഒരു ഗൗരവഭാവമാണ് ഉണ്ടായത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജാതകം കണ്ട ഉടനെ തന്നെ അതിൻ്റെ കാര്യഗൗരവം എനിക്ക് മനസ്സിലായി. നിതിന് ജാതകത്തില് ചൊവ്വയുടെയും ശനിയുടെയും ഒരു യോഗം അസാധാരണമായി തകർത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അലക്ഷ്യ ബന്ധനം നിങ്ങൾക്ക് ജാതകത്തിൽ ഉള്ളതിലുപരി ആരോ കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് കൂടോത്രം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്നെല്ലാം പറയുന്ന നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അത്തരം ആളുകൾ അവ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നിതിന് ഒരു വഴിപാടിനായി ക്ഷേത്രത്തിലേക്ക് ഗുരുജി അയച്ചു. അവിടെ വെച്ച് അയാൾ ഒരു പ്രായമായ സ്ത്രീയെ കണ്ടു. അപരിചിതയാണെങ്കിലും അവൾ അവനെ നോക്കി ചിരിച്ചു. മോനെ, നിന്റെ പിന്നിലോട്ട് വരുന്നതാരെന്ന് നിനക്കറിയില്ലേ? അവൾ ചോദിച്ചു. നിതിൻ ഒന്ന് ഞെട്ടി. നിന്റെ അടുത്ത കാലം മുതൽ ഏതോ ഒരാൾ നിന്റെ മനസ്സിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. വശീകരണം. ഒരു പക്ഷേ നിന്റെ ജീവിതം പൂർത്തിയാകാത്തത് അതുകൊണ്ട് തന്നെയാണ്. സ്ത്രീയുടെ കണ്ണുകളിൽ ഒരു വിചിത്രമായ ഭാവം അവൻ കണ്ടു. അവൾ നിതിനെ കൂട്ടി ഒരു പഴമയുള്ള ഒരു മരത്തിനരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മണ്ണിനുള്ളിൽ അവൾ ഒരു പൊട്ടി ചിതറിയ ഒരു യന്ത്രം എടുത്തു. അതിൽ നിതിൻ്റെ നക്ഷത്രത്തിൻ്റെ ചിഹ്നമുണ്ടായിരുന്നു. അവനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമുണ്ടായിരുന്നു. അതിൽ അവൻ്റെ പേരുമുണ്ടായിരുന്നു. ഇത് നിന്നെ ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ചതാണ്. നിന്നെ ഭയപ്പെടുത്താനും വിജയം തടുക്കാനും അവൾ പറഞ്ഞു. ഒഴിഞ്ഞു കിടന്ന മാന്ത്രിക രേഖകൾ യന്ത്രത്തിലെ മായാജാല കാഴ്ചകളിലേക്ക് അവൻ്റെ മനസ്സ് കൂപ്പുകുത്തുന്ന ഒരു നിമിഷമുണ്ടായി. അതൊരു അത്ഭുത പ്രവൃത്തി തന്നെയായിരുന്നു. അവൻ്റെ ശരീരത്തിലേക്ക് വായുവിലൂടെ വിചിത്രമായൊരു തണുപ്പ് വന്നുകൂടി. നിതിൻ്റെ ശരീരത്തിലൂടുന്ന ഒഴുകുന്ന രക്തത്തിൻ്റെ ചൂട് തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. അവൾ അവനോട് പറഞ്ഞു, നീ എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും ഗുരുജിയുടെ അടുത്ത് പോയി കർമ്മങ്ങൾ ചെയ്യുക. അവൻ്റെ മനസ്സിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയ ഒരു അവിശ്വാസം അവനുണ്ടായിരുന്നു, അവൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നു. ആ കുടുംബത്തിന് ആ ഒരു കാരണം കൂടി കണ്ടപ്പോൾ വീണ്ടും ഗുരുജിയെ സമീപിക്കേണ്ടി വന്നു. ഗുരുജി ജാതകം നോക്കി ഒരു യന്ത്രം എഴുതി ദീപം കത്തിച്ചു. നിതിൻ, ഈ വശീകരണം അപൂർണ വശീകരണമാണ്. പക്ഷേ അതിൻ്റെ നിഴൽ നിന്റെ ജീവിതത്തെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിനെ തകർക്കാൻ ശരിയായ സമയമായിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്റെ ജീവിതം നിന്റെ കൈവിട്ടു പോകും. നിന്റെ തീരുമാനങ്ങൾ പാളും. നിന്റെ ബിസിനസ്, നിന്റെ ജോലിയെല്ലാം തകരാൻ തുടങ്ങിയത് നിനക്ക് ഈ ഒരു ജാതക ദോഷവും കൂടോത്ര ദോഷവുമാണ്. അതുകൊണ്ട് നിനക്കായിട്ട് ഒരു നവഗ്രഹ ശുദ്ധികർമ്മം വേണം. ഗുരുജി മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ, മന്ത്രധ്വനി ഉയരുമ്പോൾ ദീപത്തിൻ്റെ ജ്യോതി കാറ്റില്ലാതെ ഉയർന്നു. ഊർജം മുഴുവൻ മാറി ഒരു പോസിറ്റീവ് എനർജി, ഒരു വൈബ് അവൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. ലോകത്തിൻ്റെ മുഴുവൻ ചൈതന്യവും തന്നിലേക്ക് വരുന്നതായിട്ട് അവൻ കണ്ടു. അവൻ്റെ ശരീരത്തിലൂടെ തണുപ്പ് ആവിയായി ഉള്ളിലുള്ള ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി. അവൻ വല്ലാത്തൊരു ശക്തി ചൈതന്യത്താൽ
അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു ശക്തമായ മന്ത്രശബ്ദത്തിൽ താമ്രയന്ത്രം പൊട്ടി ഛേദങ്ങളായി മാറി. ഗുരുജി കണ്ണുകൾ തുറന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിന്റെ എല്ലാ ദോഷങ്ങളും മാറിയിരിക്കുന്നു. നിനക്കിനി എതിരായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ നക്ഷത്രം വീണ്ടും ജ്വലിക്കാൻ തുടങ്ങി. നീ ധൈര്യമായിട്ട് പോകും. നിന്റെ ജീവിതം ഉയർച്ചകളിൽ നിന്ന് ഉയർച്ചകളിലേക്ക് പോകും. നിന്റെ നക്ഷത്ര ദോഷങ്ങളും ആഭിചാര ദോഷങ്ങളും മാറിയിരിക്കുന്നു. നിനക്ക് ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ കാലമാണ്. അടുത്ത ആഴ്ചകളിൽ നിതിന്റെ ജോലി മെച്ചപ്പെട്ടു. മനസ്സിന് സമാധാനം, ബന്ധങ്ങൾ സുഖം പ്രാപിച്ചു. ജീവിതം പൂർണ്ണമായിട്ട് മാറി. ആ പഴയ സ്ത്രീയെ ഒരു ദിവസം പോലും പിന്നെ നിതിന് കാണാനായില്ല. അയാൾക്ക് മനസ്സിലായി, അവൾ ഭൗതിക ലോകത്തുള്ള ആളല്ല, ദൈവം അയച്ച ഒരു രക്ഷകർത്താവ്. തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി, തൻ്റെ സംശയങ്ങൾക്ക് നിവാരണം വരുത്താൻ വേണ്ടി ഗുരുജി ഉപാസിക്കുന്ന ഏതോ മൂർത്തികളിലെ യശസ്സാണ് തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. മുസ്ലിങ്ങൾ മലക്കുകളെന്നും ക്രിസ്ത്യൻസ് മാലാഖമാർ എന്ന് പറയുന്ന അവരിലൊരാൾ. ആ യശസ്സാണ് തന്നെ നേർവഴി നയിച്ചത്. ആ യശസ്സിൻ്റെ മാന്ത്രിക ശക്തി നിറഞ്ഞ തൻ്റെ ഇരുൾ നിറഞ്ഞ ജീവിതം കണ്ട്, തൻ്റെ തകർന്നു പോയേക്കാവുന്ന ജീവിതം കണ്ട് അവർ അയച്ചതാണ് ശരിയായ വഴിയിലേക്കുള്ള ദൂരം. ഇതാണ് ജ്യോതിഷത്തിൻ്റെ അത്ഭുതമായിട്ടുള്ള രഹസ്യം, വശീകരണത്തിൻ്റെ രഹസ്യം. വശീകരണം ആർക്കെതിരെയും ഏത് സമയത്തും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഉചിതമായ സമയത്ത് ശരിയായ മാർഗദർശകനെ കിട്ടിയാൽ മാത്രമേ വിധി പോലും മാറ്റാൻ സാധിക്കുള്ളൂ. ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളും യാത്രകളും ജീവിത സംബന്ധിയുമായ കുറിപ്പുകളും എല്ലാം തന്നെ. ഇതാണ് ജ്യോതിഷത്തിൻ്റെ അത്ഭുതം, വശീകരണത്തിൻ്റെ ദിവ്യമായ രഹസ്യം. ഉചിതമായ സമയത്ത് ശരിയായ മാർഗദർശകനെ കിട്ടിയാൽ വിധി പോലും നമുക്ക് മാറ്റാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവ കഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കഥകളിലെല്ലാം തന്നെ ജീവിതത്തിൻ്റെ നന്മയും അറിവും ഉപയോഗിക്കുന്ന മനുഷ്യരുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏത് കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അവരുടെ ദുഃഖങ്ങളെല്ലാം എന്നോട് പറയാൻ സാധിക്കും. എനിക്ക് കഴിയുന്ന വിധത്തിൽ മൂർത്തികളുടെ സഹായത്തോടു കൂടിയും ദൈവങ്ങളുടെ സഹായത്തോടു കൂടിയും നമുക്ക് അവരുടെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.